നമസ്കാരം, ഞാൻ ഐന പർവീൻ 7ാം തരത്തിൽ പഠിക്കുന്നു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ച തോട്ടിയുടെ മകൻ എന്ന നോവലിന്റെ സാരാംശമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ തോട്ടിയുടെ മകൻ ശക്തമായ സാമൂഹിക നോവലാണ്. ഇത് ദളിതരുടെ ജീവിതം, അവർ ഉയർന്നു വരാനുള്ള ശ്രമങ്ങൾ, സമൂഹം അവരെ എങ്ങനെ അവഗണിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവതരണമാണ്. കഥാപാത്രങ്ങൾ: തോട്ടി ഒരു കുളം കുഴിക്കുന്ന തൊഴിലാളിയാണ്. സഹനവും കരുണയും നിറഞ്ഞൊരു കഥാപാത്രമാണ്. ചന്ദ്രൻ തോട്ടിയുടെ മകനാണ്. അച്ഛന്റെ ജീവിത രീതിയെ ചോദ്യം ചെയ്യുകയും ഉയർന്നതായ ജീവിതം നേടുകയും ചെയ്യുന്നു. തോട്ടിയുടെ മകൻ നമ്മെ വലിയൊരു ചിന്തയിലേക്ക് നയിക്കുന്നു. തോട്ടിയും ചന്ദ്രനും നല്ല ഭാവിക്കായി പോരാടുന്നു. ചന്ദ്രന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആഗ്രഹവും ശ്രമവും വളരെ വലിയ സന്ദേശമാണ്. അച്ഛൻ ത്യാഗം ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. നോവലിലെ ദളിത ജീവിതം ഇന്നത്തെ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ നോവൽ മനുഷ്യന്റെ വേദന മനസ്സിലാക്കാനും അവരെ എങ്ങനെ ആദരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. തകഴിയുടെ ശൈലി ലളിതവും മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ തൊടുന്നതുമാണ്. സംഭാഷണങ്ങൾ സജീവമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമീണ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കഥയുടെ സ്വാഭാവികത ഇന്നും നിലനിൽക്കുന്നു. യാഥാർത്ഥ്യവാദ സാഹിത്യത്തിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ നോവൽ. തോട്ടിയുടെ മകൻ നമ്മെ വലിയൊരു ചിന്തയിലേക്ക് നയിക്കുന്നു. താഴ്ന്ന ജാതികളിൽപ്പെട്ടവരുടെ ജീവിതം, സമൂഹം അവരെ എങ്ങനെ അവഗണിക്കുന്നു എന്ന് നോവൽ ശക്തമായി കാണിക്കുന്നു. നന്ദി, നമസ്കാരം.